നമുക്കറിയാം, THR സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളുടെ 2-way ഓതന്റിക്കേഷൻ നിർബന്ധമായും പൂർത്തിയാക്കേണ്ടതുണ്ട്. വേരിഫിക്കേഷൻ പൂർത്തിയാക്കുന്ന ഗുണഭോക്താക്കൾക്ക് മാത്രമായിരിക്കും ഭാവിയിൽ SNP വിതരണം നടത്താൻ കഴിയുകയുള്ളൂ എന്നതുകൂടെ അറിഞ്ഞിരിക്കുക. മുടക്കം വരാതെയുള്ള SNP വിതരണം കൃത്യമായി നിർവഹിക്കുന്നതിന് നിങ്ങളെടുക്കുന്ന എഫേർട്സും അത്രമാത്രം വലുതാണ്. ഇത്തരത്തിൽ ഫേസ് ഓതന്റിക്കേഷൻ പൂർത്തിയാക്കിയ ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ നിങ്ങൾക്ക് തന്നെ ക്യാഷ് ഫോൺ ഉപയോഗപ്പെടുത്തി മനസ്സിലാക്കാനുള്ള ഓപ്ഷൻ തൽക്കാലം നിലവിലില്ല. എന്നാൽ CDPO ഡാഷ്ബോർഡിലൂടെ മാത്രമേ നിലവിൽ അതിന് സാധിക്കുന്നുള്ളൂ. ഒരു തവണ സ്കിപ്പ് ഓപ്ഷൻ ഉപയോഗപ്പെടുത്തി ഗുണഭോക്താവിന്റെ THR മാർക്ക് ചെയ്തു പോയാൽ പിന്നീട് ഈ മാസത്തിൽ ഈ ഗുണഭോക്താവിന്റെ 2-way ഓതന്റിക്കേഷൻ പൂർത്തിയാക്കുന്നതിനുള്ള അവസരം നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ 2 വേരിഫിക്കേഷനുകളും പൂർത്തിയാക്കിയ ശേഷം മാത്രം THR മാർക്ക് ചെയ്യുക. CDPO ഡാഷ്ബോർഡ് പ്രകാരം ഇങ്ങനെയാണ് വേരിഫിക്കേഷൻ പൂർത്തിയാക്കിയവരുടെ ലിസ്റ്റ് കാണാൻ കഴിയുക. ഈ കോളത്തിൽ ആദ്യം കാണുന്നത് ടോട്ടൽ എലിജിബിൾ ബെനിഫിഷ്യറീസ് ആണ്. അതായത് THR സ്വീകരിക്കാൻ അർഹതയുള്ള ആകെ ഗുണഭോക്താക്കളുടെ എണ്ണമാണ് ഈ കാണുന്നത്. ഇതിൽ പ്രഗ്നന്റ് വുമണും ലാക്ടേറ്റിംഗ് മദറും അതേപോലെ തന്നെ 6-8 മുതലേ കുട്ടികളുടെ ആകെ എണ്ണമാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. തൽക്കാലം ഈ ഗുണഭോക്താക്കളുടെ പേര് വിവരങ്ങൾ കാണാനുള്ള ഓപ്ഷൻ നിലവിലില്ല. ഇതിൽ ടോട്ടൽ എലിജിബിൾ ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നുണ്ട്. അതായത് അർഹതപ്പെട്ട എന്ന് പ്രത്യേകം എടുത്തു പറയുന്നത് ആധാറുമായി പോഷൻ ട്രാക്കറിൽ വേരിഫൈ ചെയ്ത ഗുണഭോക്താവാണ് അർഹതപ്പെട്ട ഗുണഭോക്താവായി നമ്മൾ കണക്കാക്കുകയുള്ളൂ. ഇവർക്ക് മാത്രമേ പോഷൻ ട്രാക്കർ പ്രകാരം THR വിതരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത് തുടക്കം മുതൽ പറഞ്ഞു വരുന്ന ഒരു കാര്യമാണ്. ഇനി രണ്ടാമത്തെ കോളം നോക്കുക, ഫേസ് ക്യാപ്ചേർഡ്. ഇതിൽ ഫോട്ടോ മാത്രം ക്യാപ്ചർ ചെയ്ത ഗുണഭോക്താക്കളുടെ ആകെ എണ്ണമാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. ഇനി അടുത്ത കോളത്തിൽ നോക്കുക, ഫേസ് ക്യാപ്ചർ പ്ലസ് eKYC. അതായത് ഗുണഭോക്താവിന്റെ ഫേസ് ക്യാപ്ചർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ eKYC കൂടി പൂർത്തിയാക്കിയവരുടെ ടോട്ടൽ എണ്ണമാണ് ഈ കോളത്തിൽ കാണാൻ കഴിയുക. ആദ്യമായി ഒരു ഗുണഭോക്താവിന്റെ വേരിഫിക്കേഷൻ ചെയ്യുന്ന സമയം ഫോട്ടോ മാത്രമാണ് ക്യാപ്ചർ ചെയ്ത് അത് സക്സസ് ആയവർക്ക് പിന്നീട് eKYC മാത്രം ചെയ്താൽ മതിയാവും. അവസാനത്തെ കോളത്തിൽ കാണുന്നത് ഒരു ഓതന്റിക്കേഷനും ചെയ്യാത്ത, അതായത് സ്കിപ്പ് ഓപ്ഷൻ ഉപയോഗപ്പെടുത്തി THR 7 ദിവസം അല്ലെങ്കിൽ 15 അല്ലെങ്കിൽ 25 ദിവസം ഒറ്റ തവണയായി മാർക്ക് ചെയ്ത ഗുണഭോക്താക്കളെയാണ് ഈ കോളത്തിൽ കാണാൻ കഴിയുക. നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഈ കോളത്തിൽപ്പെട്ട ഗുണഭോക്താക്കളുടെ 2-way ഓതന്റിക്കേഷൻ ഈ മാസം ചെയ്യാനുള്ള അവസരം നഷ്ടമായിരിക്കുന്നു എന്നുകൂടെ തിരിച്ചറിയണം. മുടക്കം വരാതെയുള്ള സേവനങ്ങൾക്ക് നിർദ്ദേശാനുസരണം 2-way ഓതന്റിക്കേഷൻ എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കുക. നന്ദി.